ഗെയ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് റിലയൻസ് മാളിലേക്കാണ്. ഫ്ലാറ്റിലെ ആവശ്യത്തിനായിട്ട് പച്ചക്കറിയും മറ്റ് സാധനങ്ങളും നമ്മൾ വാങ്ങുന്നത് റിലയൻസ് മാളിലെ സ്മാർട്ട് ബസാറിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്മാർട്ട് ബസാറിലേക്കാണ് പോകുന്നത്, ആലപ്പുഴയിലെ റിലയൻസ് മാളിലെ സ്മാർട്ട് ബസാർ. എന്നാൽ പോയാലോ? ഫ്ലാറ്റിനടുത്താണ് റിലയൻസ് മാൾ വരുന്നത്. ഒരു 2 സ്റ്റോപ്പ് അപ്പുറമാണ്. അപ്പോൾ എത്താറായി. റിലയൻസ് മാളിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. ആ ഉത്സവമാണ് ഈ കാണുന്നത്. റിലയൻസ് മാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എസ്കലേറ്ററിൽ കയറിയിട്ട് സ്മാർട്ട് ബസാറിലേക്കാണ് നമ്മൾ പോകുന്നത്. മുകളിലത്തെ നിലയിലാണ് സ്മാർട്ട് ബസാർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് സ്മാർട്ട് ബസാറിലേക്കാണ്. റിലയൻസ് മാൾ എന്ന് പറയുന്നത് വലിയൊരു മാളാണ്, സ്മാർട്ട് ബസാർ മാത്രമല്ല. അങ്ങനെ എത്തി ഗെയ്സ് സ്മാർട്ട് ബസാർ. ഇവിടെ നല്ല ഓഫറുണ്ട്, അതുപോലെ ലാഭമാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഏത് ഐറ്റംസ് വേണേലും നമുക്ക് എടുക്കാൻ പറ്റും. പുട്ടുപൊടി, അതുപോലെ ഇടിയപ്പത്തിൻ്റെ പൊടി, പച്ചക്കറി ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. 50% ഓഫർ വരെ ഉണ്ട്. ഓഫറുള്ള സമയത്തൊക്കെ നമുക്ക് നല്ല ലാഭമായിരിക്കും ഇവിടെ നിന്ന് വാങ്ങുന്നത്. പച്ചക്കറിയുടെ വിലയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്ര വേണേലും എടുക്കാം. വളരെ കുറച്ചെടുത്താലും കുഴപ്പമില്ല. ഒരു ക്യാരറ്റൊക്കെ എടുക്കാം. ഒരു ക്യാരറ്റൊക്കെ 5 രൂപ 6 രൂപയും കണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേ കടയിൽ പോകുമ്പോൾ നമ്മൾ തൂക്കിയല്ലേ വാങ്ങിക്കുന്നത്. ഇവിടെ നമുക്ക് എത്ര വേണേലും എണ്ണം കണക്കിനൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ തൂക്കത്തിനുള്ള വിലയെ ഇവിടെ എടുക്കത്തുള്ളൂ. തൂക്കിയിട്ടാണ് അവർ വില അടിക്കുന്നത്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസും ഉണ്ട്. ഫ്രൂട്ട്സ് വേണമെന്നുള്ളവർക്ക് ഫ്രൂട്ട്സും വാങ്ങാം. ഒരുപാട് ഇനത്തിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഫ്രൂട്ട്സിനൊക്കെ നല്ല വില കൂടുതലാണ്. പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് ഫ്രൂട്ട്സാണ്. വയറിന് നല്ല തണുപ്പ് കിട്ടാനൊക്കെ ഫ്രൂട്ട്സ് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എത്ര വേണേലും എടുക്കാൻ പറ്റുന്നതാണ്.
പച്ചക്കറിയും ഫ്രൂട്ട്സും മാത്രമല്ല മേക്കപ്പ് ഐറ്റംസും ബാഗും മറ്റ് സാധനങ്ങളും ഒക്കെ ഈ സ്മാർട്ട് ബസാറിലുണ്ട് കേട്ടോ. എല്ലാ സാധനവും വാങ്ങി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ സ്മാർട്ട് ബസാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കടയല്ല, ചെറിയൊരു ഈ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വിൽക്കാൻ നിൽക്കുന്ന ചെറിയൊരു ഫാൻസി പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ്, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല മോഡൽ ആൻറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. കമ്മൽ, മാല, അതുപോലെ ബ്രേസ്ലെറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ വിലക്കുറവായിട്ടും ആണ് തോന്നിയത്. റിങ്സ് ഒക്കെ 99 റേറ്റിലാണ് സ്റ്റാർട്ടിങ് വരിക. ഇയറിങ്സ് 60 റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരിക. ചെയിൻസ് വേറെയും ഇതേപോലെ നോക്കിയാൽ അറിയാം എത്ര നല്ല കളക്ഷൻസ് ആണ് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 580 രൂപയുടെ അല്ലേ? അത് 350 ആയിട്ടാണ് ഇത് വരുന്നത്. ഇതും 340. കളർ പോയില്ലേ? ഇല്ല. ആൻറ്റി ടാർണിഷ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഗോൾഡ് പ്ലേറ്റിംഗ് ആണ്. ആദ്യമായിട്ട് കണ്ടപ്പോഴേ സ്ഥിരം കാണുമോ ഇത്? എവിടെ ഉണ്ടെന്ന് ഈ ബ്രേസ്ലെറ്റ്സിനൊക്കെ എന്താ വരുന്നത്? ഹെവി സ്റ്റോൺ വരുന്നത്. ഇതൊക്കെ ഫുള്ളി സ്റ്റോണാണ് ഇതിനകത്ത് വരാം. 320 റേറ്റ് വരാം. ഫുൾ സ്റ്റോൺ വരുന്നത്. ഇത് 280 ഐറ്റംസ് ആയിരിക്കും. ഇത് 320 വരും. ആ പാറ്റേണിൽ കുറച്ചുകൂടി ഇത് 260 വരാം. ഇത് 240 വരാം. സിമ്പിൾ ആയിട്ട് തന്നെ ഇതോ ഈ വളരെ 320 തൊട്ട് മേലോട്ടുള്ളതാക്കി വന്നിട്ടുണ്ട്. 400 മാക്സിമം പോകും. 360 ഒക്കെ വരുന്ന ഐറ്റംസ് ആണ്. കുറച്ചൊരു ബ്രോഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു തിങ്ക് വേർഷൻ ആണ്. ഫുള്ളി സ്റ്റോൺ വരുന്നത്. ഇതിനകത്ത് ഈ സെക്കൻഡ് ക്ലാസ് വന്നിട്ട് 280 ആയിട്ടാണ് വരാം. സ്റ്റോൺസ് ഇല്ലാണ്ട്. സ്റ്റോണില്ലാത്തതല്ലേ? ബ്രേസ്ലെറ്റ് താല്പര്യമുണ്ടെങ്കിൽ 320 ആയിട്ടാണ്. ടെന്നീസ് ബ്രേസ്ലെറ്റ് എനിക്കിത് മാത്രം മതി. ബ്രേസ്ലെറ്റ് വരെ കാണിച്ച് കാണിച്ചു തരാം. വേറെ ദിവസം വരാം. ഇനി വരാം. മതി. അപ്പോൾ നമ്മുടെ ഈ റിലയൻസ് മാൾ വരുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ കളർക്കോടിനടുത്താണ് ഈ റിലയൻസ് മാൾ വരുന്നത്. ST കോളേജിന് സമീപമാണ് ഇത് വരുന്നത്. റിലയൻസ് മാളിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ വണ്ടി കയറിക്കോളൂ. റിലയൻസ് മാളിലേക്കുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ വീഡിയോസുമായി എത്തുന്നതായിരിക്കും.